Good afternoon. Welcome to the session. Actually, I'm moderating the session. I'm the managing director of Kites. It's a business accelerator located in Thrissur. First of all, I will introduce our panelists. I am with me, Muhammad Ajmal C, CEO and co-founder of XY Learning. Welcome. And Mr. Anish Achudan, the star in fintech field, the CEO of Open Financial Technologies, and Mr. Robin Tommy, Executive Director of KDisk. സോ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് AI കാറ്റലൈസിങ് ഗ്രോത്ത് ഓഫ് സ്റ്റാർട്ടപ്സ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഒരു കോമൺ ക്വസ്റ്റ്യനോട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വി വിൽ മേക്ക് ഇറ്റ് ആസ് ലൈക്ക് എ ഡിസ്കഷൻ മോർ ദാൻ എ ക്വസ്റ്റ്യൻസ്. സോ എല്ലാ പാനലിസ്റ്റുകളോടും കൂടിയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ AI we are overestimating its impact or actually it's a catalyst എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ഒരു പിക്ക് വരുന്നത്. ശരിക്കും AI എന്ന് പറയുന്നത് എവിടെ നോക്കിയാലും AI ആണ്. ഇപ്പോൾ AI ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാത്ത രീതിയിൽ AI എന്നുള്ള വേർഡ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. സോ കൂടുതൽ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടോ ദ നെയിം AI, or it's actually catalyzing the growth in every, not only startup, in every field? Can we start with Anish? So AI കാറ്റലിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു കാറ്റലിസ്റ്റ് ആണ്. അതായത് ഇപ്പം നമ്മൾ ഏത് സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും എയിൽ കുറേയധികം ഡെവലപ്മെൻറ്റ്സ് എസ്പെഷ്യലി എവറി 3 months ഫാസ്റ്റായിട്ട് ആക്സിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ദർ ആർ companies which says that okay, now Spotifyയുടെ CEO ലാസ്റ്റ് മന്തിൽ പറഞ്ഞു, ഞങ്ങൾ ഒരു ഡിസംബറിന് ശേഷം ഞങ്ങളൊരു ഹ്യൂമൻ റിട്ടേൺ കോഡ് ഞങ്ങളുടെ കമ്പനിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ആൻഡ് ദർ ഇസ് എ ലോട്ട് ഓഫ് കമ്പനീസ് വിച്ച് ഇസ് ആക്ച്വലി സ്ലോലി മൂവിങ് ടുവേർഡ്സ് ദാറ്റ് പാർട്ട് എന്നുള്ളത്. അപ്പം നേരത്തെ ഇപ്പം ഓപ്പണിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു 500 employees ഉണ്ടെങ്കിൽ, ഇപ്പം ടുഡേ ഇഫ് ഐ ടു സ്റ്റാർട്ട് ദിസ് കമ്പനി ഐ ജസ്റ്റ് നീഡ് ഓൺലി 15% ഓഫ് ദ സ്ട്രെങ്ത് അക്രോസ് ദ ഡിവിഷൻസ്. ഇപ്പോൾ ഒരു എൻജിനീയറിംഗിലാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഒരു 100 പേരെ കൊണ്ട് 12 months എടുക്കുന്ന ഒരു സംഭവം പ്രോബബ്ലി 2 months ചെയ്യാൻ പറ്റും. ആൻഡ് ദ സെയിം തിങ് ഈസ് ലൈക്ക് നമ്മുടെ പക്ഷേ ഇതിൻ്റെ വേറൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു ബാങ്കിനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് വിൽ ഓൾസോ ആസ്ക് ദ ക്വസ്റ്റ്യൻ ലൈക്ക് ഓക്കെ, നിങ്ങൾ AI വെച്ച് ഉണ്ടാക്കിയല്ലേ, എന്തിനാണ് ഇതിന് 100 രൂപ ചാർജ് ചെയ്യുന്നത്, 20 രൂപ ചാർജ് ചെയ്താൽ പോലെ എന്നുള്ളത്. അപ്പം അക്രോസ് ദ ഫങ്ഷൻസ് AI ഒരു റിയാലിറ്റിയാണ്. അതിന് അതൊരു കാറ്റലിസ്റ്റാണ്. അതിൻ്റെതായ ചലഞ്ചസ് അത് ബന്ധപ്പെട്ടുള്ള ചലഞ്ചസ് ആണ്. പക്ഷേ ഷോർട്ട് ആൻസർ ഈസ് ദാറ്റ് റിയാലിറ്റിയാണ് ബേസിക്കലി. Mr. Robin, about the same question. AI-യുടെ ഒരു അഡ്വൻറ്റോട് കൂടി, അതായത് എൻ്റെ റോള് കുറച്ചും കൂടെ ഒരു ഇൻക്ലൂഷൻ സ്പേസ് അല്ലെ ഇമ്പാക്ട് സ്പേസാണ്. വലിയ മാറ്റങ്ങളാണ് ആ സ്പേസിൽ നമ്മൾ കണ്ടുവരുന്നത്. കാറ്റലിസ്റ്റ് മാത്രമല്ല, കുറേ ട്രാൻസ്ഫർമേഷൻ എനേബിളർ കൂടിയാണ് AI. ഫോർ എക്സാമ്പിൾ, നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട്, ബി മൈ ഐസ് എന്ന് പറയും. ഈ ബി മൈ ഐസ് എന്ന് പറയുന്നത് കാഴ്ചശക്തി കുറഞ്ഞവർ അല്ലെ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ ഓൺലൈനിലൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. ഇപ്പം നമ്മൾ അറിയത്തില്ലാത്ത ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ആൾക്ക് ആ സ്ഥലത്തെ ട്രാവേഴ്സ് ചെയ്യാനായിട്ട് മൊബൈൽ ഫോണിലൊരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ആ ആപ്പിലൂടെ നമ്മൾ കണക്ട് ചെയ്യുകയും വിഷ്വലി ഇൻടാക്റ്റ് ഉള്ള ഒരാൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ആ സ്ഥലത്തൂടെ നടക്കാൻ. അത് അവർ ഫേസ് ചെയ്യുന്നൊരു വലിയ ചലഞ്ച് എന്നായിരുന്നു വെച്ചാൽ വോളണ്ടിയേഴ്സിനെ കിട്ടാനായിരുന്നു ഒരു പരിധി വരെ. കാരണം ഏത് സമയത്തും വോളണ്ടിയേഴ്സ് അവൈലബിൾ ആയിരിക്കണം ഇങ്ങനെ കാഴ്ചശക്തി കുറഞ്ഞവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, എസ്പെഷ്യലി നടക്കാൻ. അതാണ് ഇപ്പോൾ AI-യുടെ വരവോടുകൂടി, എസ്പെഷ്യലി GPT-4 നമ്മുടെ ഓപ്പൺ AI-യുടെ വിഷൻ കേപ്പബിലിറ്റി സ്ട്രോങ് ആയതോടുകൂടി ഇവരത് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും ഇന്ന് ഏകദേശം ഒരു ദിവസം 10 ലക്ഷത്തിൽ പരം ആൾക്കാരെ അവർക്ക് സെർവ് ചെയ്യാൻ കഴിയുന്നുണ്ട് 150ഓളം രാജ്യങ്ങളിൽ. അപ്പോൾ അതൊരു വലിയൊരു സ്കെയിലപ്പാണ്. ഇപ്പോൾ നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് തന്നെ സ്കെയിലപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റോട് കൂടിയാണ്. അപ്പോൾ AI-ക്ക് അങ്ങനെ ഒരു വലിയൊരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു കാറ്റലൈസേഷൻ എഫക്റ്റ്, ട്രാൻസ്ഫർമേഷൻ എഫക്റ്റ് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് ഇൻക്ലൂഷൻ മേഖലയിൽ. പക്ഷേ ആ സെയിം സമയത്ത് തന്നെ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്
വലിയൊരു ബയാസും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ബയാസിൽ നമുക്ക് കൃത്യമായി വർക്ക് ചെയ്ത് അതിനെ അവോയ്ഡ് ചെയ്യാനും, അതുമാത്രമല്ല ബയാസ് നമുക്ക് മനസ്സിലാക്കാനും ശ്രമിക്കുന്ന ഒരു എക്സ്പ്ലെയിനബിലിറ്റി എ ഐയിൽ വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ എ ഐ ഷുഡ് ബി റൂളിംഗ് അപ് ടു എ സർട്ടൻ എക്സ്റ്റെന്റ് വിത്ത് ഹ്യൂമൻ പ്രസൻസ് എന്ന് ഞാൻ പറയും. അജ്മൽ ഒരു എഡ്യൂടെക് ഫീൽഡാണ്, അപ്പോൾ സെയിം കണ്ടക്സ്റ്റ് അതിനെയും കൂടി കൂട്ടിയിട്ട് പറയാം എന്തായിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി കാറ്റലിസ്റ്റ് ആണെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ റൂമിലുള്ള എല്ലാവരും അഗ്രി ചെയ്യും. പിന്നെ നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കുറച്ചൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം. ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു കമ്പനി പെർസ്പെക്റ്റീവിൽ ഞാൻ ഒരു 2 സിനാരിയോ എടുക്കാം. അപ്പോൾ ഒന്ന്, ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റ് ആസ് സച്ച് എ ഐ ഇനേബിൾഡ് ആണോ അല്ലേ? ഇപ്പോൾ ഇതിൽ തന്നെ പല ആളുകളും ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെയും കമ്പനീസ് എ ഐ റിലേറ്റഡ് പ്രൊഡക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എക്സാംവൈഡ് ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ സ്റ്റുഡൻസിൻ്റെ ഒരു അസൈൻമെൻറ്റ്സ് മുമ്പ് നമ്മൾ മേ ബി ഹ്യൂമൻ ഗ്രേഡിംഗ് ആയിരുന്നെങ്കിൽ ഇന്ന് മേ ബി നമുക്ക് ജെമിനി വെച്ച് അത് ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിലുള്ള ഒരു കൈൻഡ് ഓഫ് അപ്ലിഫ്റ്റ്മെൻ്റ് ആണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പല സ്ഥലങ്ങളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് പീപ്പിൾ ആർ ഫോക്കസിങ് ഓൺ ദാറ്റ്. പക്ഷേ എനിക്കുള്ളൊരു കൺസേൺ എന്നുള്ളത്, ഇപ്പോൾ ആസ് എൻ ഇൻഡിവിജ്വൽ ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്, പ്ലസ് ഞാൻ ഒരു കമ്പനി റൺ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഈ ജെമിനിയും ചാറ്റ്ജിപിടിയും ക്ലോഡൊക്കെ മാറി പല ടാസ്കുകൾക്കായി യൂസ് ചെയ്യുന്ന ഒരാളാണ്. മേ ബി എന്നെ ഒരു 5x പ്രൊഡക്റ്റീവ് ആക്കിയിട്ട് ഈ ടൂൾസ് മാറ്റിയിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ കമ്പനി ആസച്ച് എടുക്കുമ്പോൾ കമ്പനി ആസച്ച് ഒരു 5x പ്രൊഡക്റ്റീവ് ആയിട്ടുണ്ടോ? മേ ബി ഒരു 2x പ്രൊഡക്റ്റീവ് പോലും എല്ലാ കമ്പനീസും ആയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം എന്നുള്ളത്. ആൻഡ് ദിസ് ഈസ് ദ തിങ്. അതായത് നമ്മൾ ഒരു കമ്പനിയുടെ ഡിഫറെൻറ്റ് വേർട്ടിക്കൽസ് എടുക്കുമ്പോൾ മാർക്കറ്റിംഗ് ആവാം, സെയിൽസ് ആവാം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ബിൽഡിംഗ് ആവാം, ടെക്നോളജി ആവാം, HR ആവാം. ഇവിടെയൊക്കെ ഇൻഡിവിജ്വൽസ് പല കേപ്പബിലിറ്റിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ യൂസേജിലോട്ട് എന്ത് ചെയ്യുന്നുണ്ടോ, പോകുന്നുണ്ടോ? അത് പോകുന്നിടത്തായിരിക്കും ആസ് എ കമ്പനി ആ കമ്പനിയെ കാറ്റലൈസ് ചെയ്യാൻ പ്രോബ്ലി എക്ക് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇൻഡിവിജ്വലി വർക്ക് ചെയ്തൊരു സംഭവം പറയാം. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഒരു സ്പെസിഫിക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഞങ്ങൾക്ക് പഴയ കുറേ കോണ്ടന്റ് ഉണ്ട്. ഈ കണ്ടന്റ് ഒരു 5 year മുമ്പ് ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിനൊരു പുതിയ ഫോമിലോട്ട്, മേ ബി ഒരു PPT ആണെങ്കിൽ അതിനെ പുതിയൊരു ഫോമാറ്റിലോട്ട് മാറ്റണം. നൗ ദർ ആർ അറൌണ്ട് 200 PPTs. ഇതൊക്കെ മുമ്പ് ചെയ്തിരുന്നത് ഞങ്ങളുടെ ഒരു സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ് ആണ്. ഇവർ ഓരോരുത്തരും ഇരുന്ന് പ്രോംപ്റ്റ് ചെയ്ത് ഈ സംഭവം ചെയ്യാനിരുന്ന 200 PPT 200 ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക. നൗ എത്ര ആളുകൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ക്ലോഡ് ഹാസ് സംതിങ് കോൾഡ് സ്കിൽസ് എന്ന് പറഞ്ഞൊരു പുതിയ സംഭവം എനിക്ക് ഐ തിങ്ക് 2 weeks ബാക്ക് ഓർ സംതിങ് ദ റോൾഡ് ഔട്ട്. അപ്പോൾ ഞാനൊരു സ്കില്ല് ബിൽഡ് ചെയ്തു. ദിസ് ഈസ് ദ ഓൾഡ് ടെംപ്ലേറ്റ്, ദിസ് ഈസ് എ ന്യൂ ടെംപ്ലേറ്റ്, നൗ യു ഹാവ് ടു കൺവേർട്ട് ടു ദിസ്. നൗ അപ്പോൾ ഒരു ഹ്യൂമൻ, നമ്മൾ മുമ്പ് പ്രോംപ്റ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചെങ്കിൽ ഡിഫറെൻറ്റ് ആളുകൾ ഡിഫറെൻറ്റ് രീതിയിൽ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ഔട്ട്പുട്ട് കിട്ടുന്നു. ഇവിടെ നമുക്ക് ഒരു സ്കില്ല് നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരെന്ത് പ്രോംപ്റ്റ് ചെയ്താലും ആ സ്കില്ലിനനുസരിച്ചുള്ള ഔട്ട്പുട്ടാണ് കിട്ടുക. ദിസ് ഇസ് ഒരു സിമ്പിൾ യൂസേജ് ഓഫ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ AI. ഈ രീതിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവൽ AI അവയർനെസ് നമ്മുടെ ഒരു കമ്പനീസിൻ്റെ ഡിഫറെൻറ്റ് വേർട്ടിക്കൽസിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ഇതൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാറ്റലിസ്റ്റായി മാറുക. ഇല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസും ഓരോ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് വി മൈറ്റ് ഹാവ് എന്താ പറയുക, വളരെ ഇൻകൊഹറൻ്റ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇറ്റ് മൈറ്റ് ക്രിയേറ്റ് പ്രോബ്ലംസ് ആൾസോ. സോ റോബിൻ, ടു യു, അതായത് ഇപ്പോൾ ഇൻക്ലൂഷനെ കുറിച്ച് പറഞ്ഞു, AI-ൻ്റെ ഒരു ഇൻക്ലൂഷൻ. അത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് സ്റ്റാർട്ടപ്സ് അതിന് വേണ്ടിയിട്ട് എക്യുപ്പ് ചെയ്യേണ്ടത്, അവർ ഏത് രീതിയിൽ? അതുപോലെ തന്നെ നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ അനീഷ് പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോഴൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ ഇത്രയും ആൾക്കാരുടെ ആവശ്യമില്ല എന്നുള്ളത്. സോ അത് ശരിക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ ബാധിക്കാൻ സാധ്യത. സ്റ്റാർട്ടപ്സിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് പറയാം. ഇൻക്ലൂഷൻ എങ്ങനെയാണത് ചെയ്യേണ്ടത്? ഇപ്പോൾ കുറേ സ്റ്റാർട്ടപ്സാണ് ഉള്ളത്. അപ്പോൾ AI വെച്ചിട്ട് എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്ത് തുടങ്ങേണ്ടതെന്നുള്ളത്? ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്ത്, അതായത് എനിക്ക് തോന്നുന്നൊരു 2 മാസം മുമ്പ് കുടുംബശ്രീയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ്റെ ഇടയ്ക്ക് വന്ന ഒരു പോയിൻ്റായിരുന്നു, എന്താണ് ഇപ്പം നമ്മുടെ നിയോനിറ്റൽ, അതായത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എടുത്തു കഴിഞ്ഞാൽ കേരളം വളരെ താഴെയാണ്. എസ്പെഷ്യലി വളരെ ചെറിയ നമ്പറാണ്, നമ്മൾ 10% തന്നെ താഴെയാണ്. എന്നാൽ 10% താഴെ എന്ന് പറഞ്ഞാൽ നമുക്കത് 0 കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും, അല്ലേ? ആൻഡ് വി ആർ വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രീസ് ഇൻ ബെസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദി ഹെൽത്ത് കെയർ സെഗ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പല രാജ്യങ്ങളുമായിട്ട് തന്നെ വളരെ കൊമ്പ് കോർത്ത് നിൽക്കുന്നൊരു ഇതാണ്. ആൻഡ് ഇറ്റ് ഈസ് എ വെരി പ്രൗഡ് മൊമെൻറ്റ്. എന്നാൽ നമുക്കത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ടോപ്പിക്കാണ്, നമുക്ക് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റിനെ എങ്ങനെ 0 ആക്കാം. അപ്പോൾ ഈ ഡിസ്കഷൻ്റെ ഇടയ്ക്ക്
കെഡിസ്കിൻ്റെ ഭാഗത്തു നിന്ന്, അതായത് എൻ്റെ പ്രോഗ്രാം റൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സെർച്ച് ചെയ്ത് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റിൻ്റെ കാരണമെന്ന് പറയുന്നത് നിയോനെറ്റൽ അസ്ഫിക്സിയ എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ്. ഒരു പരിധിവരെ നമ്മളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും ഇത്. അതായത് ശ്വാസതടസ്സം കാരണം കുട്ടികൾ മരണപ്പെടുക, ജനിച്ചൊരു വർഷത്തിനുള്ളിൽ കുട്ടികൾ മരണപ്പെടുക. അത് നമ്മൾ ഈ ബ്ലൂ കണ്ടീഷൻ എന്നൊക്കെ പറയും. അതായത് നമ്മുടെ സ്കിന്നൊക്കെ ബ്ലൂ ആയി മാറുന്നു, അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഓക്സിജൻ ബ്രെയിനിലേക്ക് ചെല്ലുന്നില്ല. ഇതാണ് 28 മുതൽ 30% വരെ മിക്ക രാജ്യങ്ങളിലും ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. അപ്പോൾ രസകരമായൊരു കാര്യം, ഇതിനെക്കുറിച്ച് ഇങ്ങനെ തപ്പി വരുമ്പോഴാണ് ഞാനൊരു കനേഡിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പിനെ കുറിച്ച് വായിക്കുന്നത്. അതായത് ഉബൻവ എന്ന് പറയുന്നത്. ഉബൻവ എന്ന് പറഞ്ഞാൽ നൈജീരിയയിൽ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ കരച്ചിലെന്നുള്ളതാണ്, നൈജീരിയൻ വേർഡാണ്. അപ്പോൾ ഇവർ സോൾവ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടിയുടെ കരച്ചിലിൽ നിന്നും ഇവർ ഐഡൻറ്റിഫൈ ചെയ്യും നിയോനെറ്റൽ അസ്ഫിക്സിയയുടെ പെർസെൻറ്റേജ് എത്രയായിരുന്നുള്ളത്. ഇന്ന് കഴിഞ്ഞ 3 വർഷം കൊണ്ട്, ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ വായിച്ചു വന്നപ്പോൾ, കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഇവർ ഏകദേശം 6 രാജ്യങ്ങളിൽ, എസ്പെഷ്യലി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, ഇവരത് നൈജീരിയയിലാണ് തുടങ്ങുന്നതെങ്കിലും അവർ 6 രാജ്യങ്ങളിലേക്ക് സ്കെയിലപ്പ് ചെയ്യാൻ കഴിഞ്ഞവർക്ക്. ഇതൊരു ഭയങ്കര ഒരു മോട്ടിവേറ്റിംഗ് സ്റ്റോറിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തന്നെയും ആ പ്രോബ്ലത്തിന് ഇത്രയും പെർസെൻറ്റേജ് ഉണ്ടെന്നും പോലും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പോലും അതൊരു പുതിയ നോളജായിരുന്നു, കെഡിസ്കിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയും. അപ്പം ഇപ്പോൾ മിക്ക പ്രോബ്ലംസും ഇൻക്ലൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഞങ്ങൾ കാണുന്നത് ദേ ആർ നോട്ട് അവൈലബിൾ ഇൻ ഫ്രണ്ട് ഓഫ് അസ്. ഇന്ന് AI സോൾവ് ചെയ്യപ്പെടുന്നത്, ഇവൻ നമ്മുടെ പാനലിൽ പോലും നമുക്കറിയാം, AI സോൾവ് ചെയ്യുന്നതും AI എടുത്ത് സോൾവ് ചെയ്യാൻ നോക്കുന്നതും നമുക്ക് അറിയാവുന്ന, കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസിലാണ്. പക്ഷേ ഇൻക്ലൂഷൻ അങ്ങനെയല്ല. അത് ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പം ഒബ്സർവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്. ഇപ്പം ഞങ്ങൾ റൺ ചെയ്യുന്ന പ്രോഗ്രാമാണെങ്കിൽ പോലും സ്ട്രൈഡ്, ഞങ്ങൾ ശ്രമിക്കുന്നത് കേരളം ഒരു ഇൻക്ലൂസീവ് ഇന്നോവേഷൻ ഹബ്ബായി മാറുക, അല്ലെ എക്കോസിസ്റ്റമായി മാറുക എന്നുള്ളത് തന്നെയാണ്. പറയാൻ എളുപ്പമാണ്, അതത്ര എളുപ്പമല്ല അല്ലേ? അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇപ്പം നമ്മൾ ന്യൂറോ ഡൈവർജൻ്റ് ആയിട്ടുള്ള കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഓട്ടിസം, സെറിബ്രൽ പാലസി, നമ്മുടെ ADHD, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, ഇങ്ങനെ ഒരു വലിയ സംഖ്യയാണ്. അതായത് 100ൽ 12 പേരോളം ഉണ്ടിത് അല്ലേ? ഇവരെ പോയി ഒബ്സർവ് ചെയ്യണം, ഇവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്താണ്? കാരണം ഇവർക്ക് നേരിട്ട് നമ്മളോട് വന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന അവരുടെ പ്രോബ്ലം മനസ്സിലാക്കുക, ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇതൊരു വലിയ ഹ്യൂജ് കണക്റ്റഡ് പ്രോബ്ലം ആണെന്നുള്ളതാണ് ഇപ്പം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. അതായത് ഞങ്ങൾ അതിനകത്ത് ഒരു ചെറിയ ഭാഗമാണ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അസിസ്റ്റീവ് ടെക്നോളജി ഇവരിലേക്ക് എങ്ങനെ എത്തിക്കാം, അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കാം. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവർക്ക് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലേ? ഇന്ന് ജോബ് ഓപ്പർച്യൂണിറ്റി മറ്റേ AI വരവോടുകൂടി തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിപ്പോൾ കേട്ടു, നമ്മുടെ പാനലിൽ തന്നെ പറയുന്നുണ്ട്. ഇവർക്കതില്ല. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ഡിസബിലിറ്റി പോപ്പുലേഷനിലുള്ള ജോലി കിട്ടുന്നവർ തന്നെ 8%. ഓക്കെ, അങ്ങനെയാണ് ഞങ്ങൾ ഓർത്ത് എന്തുകൊണ്ട് ഇതിനെ ഒരു ലൈവ്ലിഹുഡാക്കി മാറ്റിക്കൂടാ. അങ്ങനെ സ്ട്രൈഡിൽ ഇന്ന് നടക്കുന്നത്, ഈ ഒരാൾക്കിപ്പം ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് അദ്ദേഹത്തിന് വേണ്ട അസിസ്റ്റീവ് ഡിവൈസ് ഡിസൈൻ ചെയ്ത് അതൊരു ഭക്ഷണം കഴിക്കാനും ലൈവ്ലിഹുഡും ചെയ്യാൻ പറ്റുന്ന ഒരാളെ കൊണ്ട്, അതായത് നമ്മുടെ ന്യൂറോ ഡൈവർജൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂറോ ഡൈവർജൻ്റ് ആയിട്ടുള്ള ആൾക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇന്ന് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ AIക്ക് ഒരു വലിയ സ്ഥാനമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പം ചെയ്തെടുക്കണമെങ്കിൽ അത് അത്ര എളുപ്പമല്ല. കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ പറയുന്നത് ഏകദേശം 25-30 ലക്ഷത്തോളം ന്യൂറോ ഡൈവർജൻസ് അല്ലെങ്കിൽ ന്യൂറോ ഡൈവേഴ്സിറ്റി ഉണ്ടെന്നുള്ളതാണ്. ഡിസബിലിറ്റി മാത്രമല്ല, ഫിസിക്കൽ ഡിസബിലിറ്റി അല്ല. ഇതിലേക്ക് പതുക്കെ നമ്മൾ ഓരോരുത്തരെയും ചേർന്ന് അവർക്ക് വേണ്ടതെന്താണ് ഹൈപ്പർ കസ്റ്റമൈസേഷൻ. AIയുടെ ലാംഗ്വേജിൽ പറയുമ്പോൾ നമ്മൾ ഹൈപ്പർ കസ്റ്റമൈസേഷനാണ് ഇവിടെ പറയുന്നത്. ആ ഹൈപ്പർ കസ്റ്റമൈസേഷൻ AIയുടെ സഹായത്തോടുകൂടി ഇപ്പം ഇന്ന് ഞാൻ ഫാബ് ലാബ് ടീമുമായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു എങ്ങനെ നമുക്ക് ഡിസൈൻ ലെവലിൽ AI കൊണ്ടുവരാമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ വലിയൊരു ചർച്ച ഇവിടെ നടക്കുന്നുണ്ട്, വലിയൊരു ചേഞ്ച് ഇവിടെ നടക്കുന്നുണ്ട് ഇൻക്ലൂഷൻ സ്പേസിൽ. പക്ഷേ വളരെ ഏർലി സ്റ്റേജ് ആണെന്ന് വേണേൽ പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒട്ടേറെ സ്റ്റാർട്ടപ്പുകൾക്ക് ആ ഒരു ഫീൽഡിൽ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. സോഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിൽ നമ്മളിവിടെ സ്റ്റാർട്ടപ്പുകൾ AI ഉപയോഗിക്കുമ്പോൾ ആ ഒരു ഫീൽഡിലൊക്കെ വലിയ സാധ്യതകളുണ്ട്, അത് ഉപയോഗിക്കപ്പെടുന്നു. അതാണല്ലോ ഒരു പോയിന്റ് അവിടെ പറയാനുള്ളത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമല്ല, പക്ഷേ നമ്മൾ പല കോളേജുകളിലും പോകുമ്പോഴും പല ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോഴും ഒന്ന് കാണുന്നത്, നമ്മൾ കാണാവുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും അതിനകത്ത് എങ്ങനെ AI അല്ലെ IoT അല്ലെ ക്വാണ്ടം, ഞാൻ പല പ്രോബ്ലംസും കാണാറുണ്ട്. ഭയങ്കര ഭീകരമായ ടെക്നോളജി ഉപയോഗം. ശരിക്കും ടെക്നോളജിയെക്കാളും AI ഉപയോഗിക്കേണ്ട എന്നുള്ളതല്ല, അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിക്കേണ്ട എന്നുള്ളതല്ല. ശരിക്കും നമ്മുടെ ചുറ്റും പലതരം പ്രോബ്ലം ഉണ്ട് നമ്മൾ കാണാത്തത്. നിങ്ങളൊരു ബഡ് സ്കൂളിലോട്ട് ചുമ്മാ ഒരു ദിവസം രാവിലെ പോയി ഒന്ന് ഇരിക്കുവാണെങ്കിൽ, ബഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിൻ്റെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ് സ്കൂളാണ്. അവിടെ കാണുമ്പോൾ ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഡിഫറെൻ്റാണ്.
ഒരമ്മ രാവിലെ അവിടെ വന്ന് നിന്ന് വൈകുന്നേരം വരെ നിൽക്കുന്ന അമ്മമാരുണ്ട്, സ്വന്തം കുട്ടി കരയുന്നത് നോക്കി. കാരണം കരഞ്ഞു കഴിഞ്ഞാൽ അവനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അമ്മ വേണം അവിടെ. ഇതെങ്ങനെ മാറ്റാൻ പറ്റും? അത് എയ്ക്ക് മാറ്റാൻ പറ്റുമോ അറിയത്തില്ല അല്ലേ, ചിലപ്പോൾ പറ്റുമായിരിക്കും. ഇന്ന് സ്റ്റാർട്ടപ്സ് ഇവോൾവ് ചെയ്യേണ്ട ഒത്തിരി പ്രോബ്ലംസ് ഉള്ളൊരു മേഖലയാണ് സോഷ്യൽ മേഖലയിൽ അങ്ങനെയുണ്ട്. അതേസമയം ടു അനീഷ്, ഒരു ഡിഫറെൻ്റ് ഏരിയയിലാണ് അനീഷ് കംപ്ലീറ്റ്ലി ഒരു ഫിനാൻഷ്യൽ ടെക്നോളജി. AI-ൻ്റെ ഇപ്പോൾ കൈറ്റ്സിൽ ഞങ്ങളുടെ ആക്സലറേഷൻ സെൻറ്ററിലാണെങ്കിലും ഇപ്പോൾ വരുന്ന നല്ലൊരു ശതമാനം സ്റ്റാർട്ടപ്സിൽ കുറേയേറെ ഫിൻടെക് മേഖലയിൽ വളരെ വലിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫിൻടെക്കിൽ ഇന്ത്യയിലുള്ള ചേഞ്ചസിനനുസരിച്ചും വലിയ രീതിയിൽ ഫിൻടെക് മേഖലയിൽ കമ്പനികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതേസമയം തന്നെ AI ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഈ ഡാറ്റാസ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്ന പല കേസസും ഉണ്ട് AI യൂസ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഫിനാൻഷ്യൽ ടെക്നോളജിയിൽ വരുമ്പോൾ ഇതിന് വലിയൊരു റിസ്ക് ഇല്ല. ശരിക്കും AI നമ്മുടെ ഫിനാൻഷ്യൽ ഡാറ്റ ഇതിലേക്ക് കൈമാറുന്നു. അപ്പോൾ പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ വരുമ്പോൾ ഇതിലെന്താണ് കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്, അതിലുള്ള സാധ്യതകളും അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒന്ന് എടുത്തു പറയാൻ പറ്റും? സോ ഒന്ന്, ഫിനാൻഷ്യൽ ടെക്നോളജി ഹെവിലി റെഗുലേറ്റഡ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് ഒബ്വിയസ്ലി, ലൈക്ക് ബാങ്ക്സ് ആണെങ്കിലും നമ്മൾ ഫിൻടെക്സ് ആണെങ്കിലും ഒക്കെ. അപ്പം എൻ്റർപ്രൈസിൽ നമ്മൾ AI ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്യും അല്ലെങ്കിൽ AI സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം അതിൻ്റേതായ രീതിയിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ക്ലോഡ് അല്ലെങ്കിൽ OpenAI പോലെയുള്ള സൊല്യൂഷൻസ് ഇവർക്ക് ബാങ്കിൻ്റെ പ്രൈവറ്റ് ക്ലൗഡിൽ ഡിപ്ലോയ്മെൻ്റ് ആയിട്ട് ഉള്ള രീതിയിലാണ് ബാങ്ക്സ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതാണ് ഫിൻടെക്കും ചെയ്യുന്നത്. അത് ഡാറ്റ ഒരിക്കലും പുറത്തു പോകാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ ഇതിൽ അതിന് ദാറ്റ്സ് ഹൗ മോസ്റ്റ് ഓഫ് ദ എൻ്റർപ്രൈസസ് ആർ ഡൂയിങ്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ്ലി ഒരു പബ്ലിക്കലി അവൈലബിൾ ഒരു LLM-ൻ്റെ APIs ഉപയോഗിച്ചിട്ടല്ല ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ വേറൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഇതുവരെ സോൾവ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും റെഗുലേറ്ററി ആസ്പെക്റ്റ് ഇപ്പോഴും ഒരു ഗ്രേ ഏരിയയാണ്. ഇപ്പം നാളെ ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ഇപ്പം നമ്മൾ പ്രൈമർലി ആക്സസ് HSBC HDFC ഇതിൻ്റെ എല്ലാം കംപ്ലീറ്റ്ലി ഇൻ്റർനെറ്റ് ബാങ്കിങ് പ്ലാറ്റ്ഫോംസ് മാനേജ് ചെയ്യുന്ന ഇതാണ്. പക്ഷേ അവിടെ എല്ലാം ഒരു മാൻഡേറ്റ് ഉണ്ട്, നെക്സ്റ്റ് 1 ഇയറിൽ എല്ലാ പ്രൊജക്റ്റിനകത്തും AI കൊണ്ടുവരണം എന്നുള്ളത്. പക്ഷേ ഇവരെല്ലാം ഒരു ചോദ്യചിഹ്നം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ RBI ഇതിനെക്കുറിച്ചൊരു റെഗുലേറ്ററി ഗൈഡ് ലൈൻസ് ഇല്ലാത്തടത്തോളം കാലം ഇപ്പം ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നാളെ വരുമ്പോൾ ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത്. സെക്കൻഡ് ഈസ് ലൈക്ക് നേരത്തെ നമ്മൾ മറ്റേ പറഞ്ഞ പോലെ അജ്മൽ പറഞ്ഞ പോലെ ഒരു ഓർഗനൈസേഷൻ വൈഡിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് അതിൻ്റേതായൊരു ഒരു സ്ട്രക്ചർ വേണം ബേസിക്കലി, റൈറ്റ്? അപ്പം അതിനകത്ത് കുറേയധികം കാര്യങ്ങൾ ഇതിൻ്റെ സെക്യൂരിറ്റി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം AI എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഹാലൂസിനേഷൻ ഉണ്ടായിരിക്കും, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതിനുള്ള നോളജുള്ള വർക്ക് ഫോഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. ഇത് ആൾക്കാർ ഇന്നോവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് JP Morgan തുടങ്ങിയ ബാങ്കുകളെല്ലാം കംപ്ലീറ്റ്ലി AI ട്രാൻസ്ഫോർമേഷൻ, AI നേറ്റീവ് ബാങ്കുകൾ എന്ന് പറയും, അല്ലെങ്കിൽ AI ഫസ്റ്റ് ബാങ്ക് എന്ന ഇനിഷ്യേറ്റീവ് എടുത്തു. മലേഷ്യയിൽ ഫസ്റ്റ് AI ഫസ്റ്റ് ബാങ്ക് കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തു. ഇന്ത്യയിൽ എസ്പെഷ്യലി ഫ്രോഡ്, റിസ്ക്, ലെൻഡിങ് ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും AI ചെയ്യുന്നുണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് ദറ്റ് ആ ഒരു ഡാറ്റ പ്രൈവസി ഒരു ഇഷ്യൂ അല്ല, ബിക്കോസ് അതിനുള്ള സൊല്യൂഷൻസ് ഓൾറെഡി ഉണ്ട്. ആൻഡ് മോർ ഓവർ കമ്പനീസ് ലൈക്ക് ഇപ്പം AWS ആണെങ്കിലും മൈക്രോസോഫ്റ്റ് അസൂർ ആണെങ്കിലും ഇവരെല്ലാം ഈ മെയിൻ LLMs-നെല്ലാം പ്രൈവറ്റ് ഡിപ്ലോയ്മെൻറ്റ് എൻ്റർപ്രൈസുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യുന്നു. പക്ഷേ ഒരു സ്റ്റാർട്ടപ്പ് ലെവലിൽ വരുമ്പോൾ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനി നമ്മുടെ കുട്ടികൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവർ ഒരു സൊല്യൂഷനുമായിട്ട് വരുമ്പോൾ പൊതുവേ ക്ലയൻസ് ചോദിക്കുന്ന ഒരു ഇഷ്യൂ ആണ്, നിങ്ങളെങ്ങനെ ഇതിൻ്റെ ഡാറ്റ പ്രൈവസി ഉറപ്പാക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനവർക്ക് എന്തെങ്കിലും ഗൈഡ് ചെയ്യാനുണ്ടോ പ്രത്യേകമായിട്ട്? എന്താണ് അവർ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം? സോ ഇതിൽ ഒരു ജനറൽ ഒരു പെർസെപ്ഷൻ പ്രോബ്ലം ഉണ്ട്. ഇപ്പം ഒരു ജനറലി ഇപ്പോൾ ഒരാളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഞാൻ AI ഉപയോഗിച്ചിട്ടൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ബാങ്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ ക്ലയൻറ്റ് ചോദിക്കുകയാണ് എൻ്റെ ഡാറ്റ പ്രൈവസി എല്ലാം പുറത്തു പോകുന്നുള്ളത്. അപ്പം ഇവൻ ഇപ്പോൾ വരുന്ന എല്ലാ AI നേറ്റീവ് സ്റ്റാർട്ടപ്സും സിലിക്കൺ വാലി നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ വരികയാണെങ്കിലും ഇവരെല്ലാം ഫിനാൻഷ്യൽ ടെക്നോളജിയിൽ ഫിൻടെക്കിൽ വർക്ക് ചെയ്യുന്ന ഇഷ്ടംപോലെ സ്റ്റാർട്ടപ്സ് ഉണ്ട്. പക്ഷേ ദേ ഫോളോ ദ സെയിം എൻ്റർപ്രൈസ് ഇത്, അല്ലാതെ ഒരു നോർമൽ API ബേസ്ഡ് ആയിട്ട് കൺസ്യൂം ചെയ്യാതെ ഈ സെക്യൂരിറ്റി കംപ്ലയൻസും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ചെയ്യാന്നുള്ളത്. അപ്പം ഏത് സ്പേസിലാണെങ്കിലും ഇത് ഫിനാൻഷ്യൽ ടെക്നോളജി മാത്രമല്ല, ക്ലയൻറ്റ്സ് എപ്പോഴും ചോദിക്കുന്ന മെയിൻ ക്വസ്റ്റ്യൻ ആയിരിക്കും ഞങ്ങളുടെ ഡാറ്റ ഹൗ ആർ യു ഗോയിങ് ടു സെക്യൂർ എന്നുള്ളത്. അപ്പോൾ അത് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ ടെക്നിക്കലി ഇറ്റ്സ് പോസിബിൾ, പക്ഷെ അത് ആലോചിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു. അജ്മൽ, ടു യു. നമുക്കറിയാം നമ്മൾ AI ഏറ്റവും കൂടുതൽ ഇന്ന് ആൾക്കാർ ഉപയോഗിക്കുന്നത് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടായിരിക്കും, നമ്മുടെ ഒഫീഷ്യൽ യൂസിന് അതിനേക്കാൾ ഉപരിയായിട്ട്. ഇത് തന്നെ എത്രമാത്രം നമുക്ക് ഒഫീഷ്യൽ യൂസിന് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നു അപ് ടു ആൻ എക്സ്റ്റെൻറ്റ് ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. അത് എങ്ങനെയാണ് നമുക്കൊരു കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് മോഡലിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അതിന് എന്താണ് ചെയ്യേണ്ടതുള്ളത്?
സ്റ്റാർട്ടപ്സ് വരുമ്പോഴും അവർ ആദ്യം മുതൽ എങ്ങനെ ഇത് ഇൻക്ലൂസീവായിട്ട് കൊണ്ടുവരാൻ പറ്റും? ഐ തിങ്ക് ഒന്ന് ഈ നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോബ്ലം തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത്. അതായത് നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ യൂസ് എന്നുള്ളത് ഓരോ ആളുകളും അവരുടേതായ രീതിയിൽ അവരവരുടെ പ്രോംപ്റ്റിംഗ് സ്കില്ല് ഉപയോഗിച്ച് അവരുടെ വയസ്സുകൾക്കനുസരിച്ച് ഇതിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്കൊരു ഓർഗനൈസേഷൻ വൈഡ് ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളത് ഇപ്പോഴും പ്രോബ്ലി ഐ തിങ്ക് സ്റ്റിൽ വേൾഡ് വൈഡ് കമ്പനീസ് വർക്ക് ചെയ്യുന്നൊരു പ്രോബ്ലം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ മീൻ ആരെങ്കിലും അത് കൃത്യമായി ഇങ്ങനെ ചെയ്യണമെന്ന് ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു സം അനാലജി വി ക്യാൻ മേക്ക് ഈസ് ഐ തിങ്ക് ഇപ്പം അടുത്ത് ഞാൻ വായിച്ചൊരു സംഭവം. ഇപ്പോൾ 1890s സ്റ്റീം എഞ്ചിൻ മാറി ഇലക്ട്രിക് മോട്ടോഴ്സൊക്കെ വന്നപ്പോൾ ഇംഗ്ലണ്ടിലെ മിൽസൊക്കെ നേരെ ഇത് മാറ്റുകയാണ്, സ്റ്റീം എഞ്ചിൻ മാറ്റിയിട്ട് ഇലക്ട്രിക് മോട്ടോഴ്സാണ്. പക്ഷേ ഒരു 30 years ഡൗൺ ദ ലൈൻ മാത്രമാണ് അവർക്ക് അതുകൊണ്ടൊരു പ്രൊഡക്ടിവിറ്റി ഔട്ട്പുട്ട് കിട്ടുന്നത്. ഫസ്റ്റത്തെ ഒരു 30 years ഇവർക്ക് ഈ ചേഞ്ച് ഒരു ഹ്യൂജ് ടെക്നോളജിക്കൽ ചേഞ്ചാണ് ഒരു സ്റ്റീം എഞ്ചിൻ ഇലക്ട്രിക് മോട്ടോഴ്സിലോട്ട് ചേഞ്ച് എന്നുള്ളത്. പക്ഷേ ഒരു 30 വർഷം ഇവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടായില്ല എന്നുള്ളത്. അതിനുള്ള റീസൺ ആയിട്ട് പറഞ്ഞത് ദ ജസ്റ്റ് ചേഞ്ച് ദ മെഷീനറി. അവിടെ പകരം ആ ഒരു ഓർഗനൈസേഷൻ അതിനനുസരിച്ച് പിന്നീട് ഈ അസംബ്ലി ലൈൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ആ ഓർഗനൈസേഷൻ ആസ് സച്ച് എഫിഷ്യൻ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തോട്ട് പ്രോസസ്സ്, ഇപ്പോൾ എവിടെ ഹ്യൂമൻ വരണം, എവിടെ AI ഉപയോഗിക്കണം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചില കോണ്ടന്റ്, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും മാർക്കറ്റിംഗ് ഏജൻസിയിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും കോണ്ടന്റ് കണ്ടാൽ നമുക്കത് മനസ്സിലാവും ഇത് AI ജനറേറ്റഡ് ആണ് എന്നുള്ളത്. അതിൽ പ്രശ്നമൊന്നുമില്ല, ഇഫ് ഇറ്റ്സ് ഗുഡ് ഇറ്റ്സ് ഫൈൻ. പക്ഷേ ഇത് നമുക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മാർക്കറ്റിംഗ് ഏജൻസി ആണെന്നുണ്ടെങ്കിൽ എവിടെയാണ് അവർ AI യൂസ് ചെയ്യുന്നത്? അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഹ്യൂമൻ ഇൻ്റർവ്യൂൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു PPT കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എൻ AI ടാസ്ക്. അത് AIക്കുള്ള ടാസ്ക്കാണ്. അതിൻ്റെ മേലെ ഇതിൻ്റെ ഞാൻ എൻ്റെ സ്റ്റാഫിനൊക്കെ വെച്ചിട്ടുള്ള റൂൾ എന്താണെന്ന് വെച്ചാൽ യു കാൺ ബ്ലെയിം AI ഫോർ ദി ഔട്ട്പുട്ട്. ഇത് എന്താ പറയുക, കുട്ടികളുടെ മുമ്പിലെത്തിയിട്ട് കുട്ടി ഈ ചോദ്യം തെറ്റാണ് അല്ലെങ്കിൽ ഈ കണ്ടന്റ് തെറ്റാണെന്ന് പറഞ്ഞാൽ അത് AI ജനറേറ്റഡ് ആണെന്ന് പറയാൻ നമുക്ക് ആർക്കും അധികാരമില്ല. ഐ മീൻ ദാറ്റ് ഷുഡ് ബി വെരിഫൈഡ് ബൈ എ ഹ്യൂമൻ എന്നുള്ളതാണ്. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസ് എന്ത് ചെയ്യണം, നമ്മൾ വെക്കണം എന്നുള്ളതാണ്. രണ്ട്, AI അൾട്ടിമേറ്റ്ലി ഒരു പേഴ്സണൽ യൂസ് കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ ടൈം സേവ് ചെയ്യുന്നു, നമ്മളെ പ്രൊഡക്റ്റീവ് ആക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഒരു കമ്പനിയുടെ പേഴ്സ്പെക്റ്റീവിൽ ഇങ്ങനെ പ്രൊഡക്റ്റീവ് ആവുകയാണ് മാത്രമാണോ വേണ്ടത്, ഓർ റാദർ ഇറ്റ് ഷുഡ് ബി യൂസ് ടു സ്കെയിൽ ദ റവന്യൂ. നമ്മുടെ ടൈം പ്രൊഡക്റ്റീവ് ആവാന്നുള്ളതിനപ്പുറം റവന്യൂ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം. അപ്പോൾ പക്ഷേ ഇവിടെ ഈ പറഞ്ഞതുപോലെ അപ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവും, എത്ര ആളുകളുടെ ജോലി നഷ്ടപ്പെടും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. വി ഹാവിൻ ഫിഗേർഡ് ഇറ്റ് ഔട്ട് യെറ്റ്. ആളുകളുടെ മേലെ ഇമ്പാക്റ്റ് ഉണ്ടാവാം. അപ്പോൾ ആളുകൾ അതിനനുസരിച്ച് ഇംപ്രൂവ് ആവണം. ദ ബാരിയർ ടു എന്താ പറയുക ബിൽഡിങ് എനിത്തിങ് ഈസ് വെരി ലോ. എന്തും അതിപ്പോൾ AI ഉപയോഗിച്ച് ഇപ്പോഴും നമ്മൾ കാണുന്ന ഒരു സാധനമാണ്, പൊതുവെ എല്ലാവരും പറയുന്നതാണ് AI ഉപയോഗിച്ചിട്ടല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമനൈസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. ഇനി എല്ലാവർക്കും അറിഞ്ഞാൽ അതൊരു അറിയുന്നത് ലെറ്റ് ഇറ്റ് ബി നോ ദാറ്റ് ഇറ്റ്സ് ക്രിയേറ്റഡ് ബൈ AI, റൈറ്റ്? യെസ്, വി ഷുഡ് ബി വെരി ട്രാൻസ്പെറൻറ്റ്. ഇതാണ് നമ്മൾ AI ഉപയോഗിച്ചിട്ടാണ് ഒരു സംഭവം ചെയ്യുന്നതെന്നുള്ളത്. ഐ ഹാവ് ടു ബി വെരി ട്രാൻസ്പെറൻറ്റ് അബൌട്ട് ഇറ്റ്. അതാണ് നേരത്തെ പറഞ്ഞത്, AI എന്ത് ചെയ്യണം, ഹ്യൂമൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഗൈഡ് ലൈൻ നമുക്കൊരു കമ്പനിയിൽ വെക്കാൻ സാധിച്ചാലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സിനുള്ളിൽ വെക്കാൻ സാധിച്ചാലേ ഇത് നമുക്ക് വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ട്രാൻസ്പാരൻ്റ് ആവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇനി എല്ലാ കാര്യങ്ങളും ഇത് വരും. ഐ മീൻ ജനറേറ്റീവ് AI എന്നുള്ളത് നമ്മൾ പോലും ഉദ്ദേശിക്കാത്ത തലത്തിൽ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിൽ അതിങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത്രയും ഫാസ്റ്റായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ബാരിയർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള നേരത്തെ ഡിസ്കഷനിൽ വന്ന പോലെ ഒരു ബാരിയർ ഈസ് വെരി ലോ. നമുക്കൊരു ചെറിയ സമയം കൊണ്ട് ചെറിയൊരു ടീമിൽ നിന്ന് എന്തും ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഹ്യൂമൻസ് അതിനനുസരിച്ച് പ്രൊഡക്റ്റീവായി മാറുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രോബ്ലി AI ബീറ്റ് ചെയ്യാൻ പറ്റുന്ന, AI മേ ബി എന്താ പറയുക കൃത്യമായി ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കായിരിക്കും എന്തുണ്ടാവുക, ഇനി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ വി ഷുഡ് ബിക്കം എക്സ്പേർട്സ് ആൾസോ. ഓക്കെ, നമുക്കൊരു ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പോൾ AI നമുക്ക് തടയാൻ പറ്റാത്ത രീതിയിൽ ഇറ്റ്സ് നോട്ട് ഫ്യൂച്ചർ, ഓൾറെഡി ഹാപ്പനിങ് എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. സോ അനീഷ്, എന്താണ് ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടാവുമല്ലോ, എന്താ തന്നെ ആയാലും ഇത് വരുമ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നു, കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു, പ്രത്യേകിച്ച് ഒരു റൂൾസും കൺട്രോൾസും ഒന്നും ഇതുവരെ വന്നിട്ടില്ല. സോ വാട്ട് ഷുഡ് ബി കെയർ ഓഫ്, എന്താണ് കുറച്ചുകൂടി കെയർ ചെയ്യേണ്ടത് AI-ൻ്റെ യൂസേജ് വരുമ്പോൾ? എന്താ തോന്നുന്നത്? നമുക്കൊരു ഗൈഡൻസ്, ഈ മേഖലയിലുള്ള ഓരോ മേഖലയിലുള്ള എക്സ്പേർട്സാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ എന്തായിരിക്കും അത് ചിന്തിക്കുന്നത്? അതുപോലെ തന്നെ ഭാവിയിൽ AI എങ്ങോട്ട് പോകാനാണ് ഒരു സ്കോപ്പ്? മീൻസ്
എന്തൊക്കെ പഠിക്കണമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്തൊരു സമയമാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാം. ഒന്ന് എ ഐ വന്നതോട് കൂടിയിട്ട് കുറേ കാര്യങ്ങൾ ഭയങ്കര എളുപ്പമായി. ഇപ്പം പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ മാറ്റർ ഓഫ് 5 മിനിറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ 10 മിനിറ്റ് ഉണ്ടാക്കാം. പക്ഷേ ഇതിൻ്റെ വേറൊരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു. അത് എനിക്ക് ഒരു ഗ്രോ പോലെ 2 കൊല്ലം 3 കൊല്ലം എടുത്തൊരു ആപ്ലിക്കേഷൻ ചിലപ്പോൾ ഞാൻ ഒരു മാസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ആയിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കണക്കുകൾ കറക്റ്റായിട്ടാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചില റിപ്പോർട്ട്സ് ഇത് ഫേക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്, ബിക്കോസ് ഹാലുസിനേഷനും ഇതുപോലുള്ള കാര്യങ്ങളും എല്ലാം പോസിബിളാണ്. അപ്പം അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഗ്രോ പോലൊരു കമ്പനി എ ഐ വെച്ചിട്ട് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഇങ്ങനെ കുറേ ഇതിനിപ്പം ടെക്നിക്കലി ഒരു ടേം പറഞ്ഞാൽ ഡിറ്റർമിനിസ്റ്റിക് ലെയർ എന്നാണ്. അപ്പം അവർ നേരത്തെ കോഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ അതേപോലെ എഐനെ ഇൻ്റലിജൻസിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇത് പല ആളുകളും ശ്രദ്ധിക്കാതെ ബിൽഡ് ചെയ്ത് വരുമ്പം, അതായത് ഒന്ന് കോഡിങ്ങിനെ അറിയേണ്ടാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താണ് ചെയ്തു തരുന്നതെന്നുള്ള സാധനം നാളെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പറ്റില്ല. അപ്പം അതിൻ്റേതായ ബിൽഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൻ്റെ ഡേഞ്ചേഴ്സ് ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ ഫ്യൂച്ചർ എങ്ങോട്ടാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആർക്കും ഇപ്പം എല്ലാ ആഴ്ചയും എല്ലാ 2 വീക്സിലും ഫാസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഇപ്പം ഏജൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ ജനറേറ്റീവ് എ ഐൻ്റെ മുകളിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ലൈക്ക് ഇതിൻ്റെ ഇനി എന്താണ് ഇനി ഓരോ 3 മാസം കൂടുമ്പോഴും വരാമെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ക്ലോഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരും ഓപ്പൺ GPT യൂസ് ചെയ്യുന്ന ആൾക്കാരും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ നേരത്തെ പറഞ്ഞു സ്കിൽസ് പറഞ്ഞു, അല്ലെങ്കിൽ പ്ലഗിൻസ് പറഞ്ഞു എന്ന് പറയും. അപ്പം ഈ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇതിനാകെയുള്ളൊരു സൊല്യൂഷൻ. അതുപോലെ തന്നെ നമ്മൾ ഈ ഗവൺമെൻറ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ സപ്പോർട്ട്സ് ആർ ഗിവിങ്, ബട്ട് ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റൂൾസും കാര്യങ്ങളും വന്നിട്ടില്ല. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സെക്ടറിലും ഇത് മാറി വരാൻ കുറേ സമയമെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിനുപരിയായിട്ട് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് കൊണ്ടുവരേണ്ടതെന്നാണ് തോന്നുന്നത് റോബിൻ? നമ്മൾ വളരെ എർലി സ്റ്റേജാണ്, എല്ലാവരും അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ് ഇപ്പം എ ഐ എന്ന് പറയുന്ന ടെക്നോളജി. എ ഐ എന്ന് പറയുന്ന ടെക്നോളജി കാരണം ബാക്കി ടെക്നോളജികളുടെ ഒരു ശബ്ദം പോലും കേൾക്കാൻ മേലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പം. പക്ഷേ കണ്ടുവരുന്ന ഒരു പ്രവണത അതൊരു ഏബിൾഡ് ജനങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു സിസ്റ്റമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ജനങ്ങളിലേക്കും എത്തിക്കുക, അവരെയും കൂടെ സിസ്റ്റത്തിലേക്ക് കൺസിഡർ ചെയ്യുക. എസ്പെഷ്യലി ഡേറ്റ പെർസ്പെക്റ്റീവ്, ഡേറ്റ ഭയങ്കര ഇപ്പം ദ ബാരിയർ ഇസ് വെരി ഹൈ ഇൻ ദ ഡേറ്റ പെർസ്പെക്റ്റീവ്. അത് അവോയ്ഡ് ചെയ്യാൻ കഴിയുക. അത് മാത്രം മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ കർബ് കട്ട് എഫക്റ്റ് എന്ന് പറയും. അതായത് നമ്മളിപ്പം വീൽ ചെയർ ഇൻവെൻറ്റ് ചെയ്തപ്പം ഭാവിയിൽ അതിനുശേഷമാണല്ലോ നമ്മുടെ ഈ സ്ട്രോളേഴ്സും അതുപോലെ നമ്മുടെ ഈ റീറ്റെയിൽ സ്റ്റോറുകളിലൊക്കെ നമ്മൾ പോകുമ്പം, ഈ ലുലു മോളിലൊക്കെ പോകുമ്പോൾ നമ്മൾ വലിച്ചുകൊണ്ട് പോകുന്ന ആ സാധനമൊക്കെ ശരിക്കും വീൽ ചെയറിൽ നിന്ന് വന്ന ഇൻവെൻഷനാണ്. അതുപോലെ വെൻ യു സ്റ്റാർട്ട് യൂസിങ് AI ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ് തിങ്സ് കൺസിഡറിങ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ഹു ആർ നോട്ട് എ പാർട്ട് ഓഫ് ദ സിസ്റ്റം, ഉറപ്പായിട്ടും ഒത്തിരി ചേഞ്ച് സിസ്റ്റത്തിൽ തന്നെ കൊണ്ടുവരാം. അത് വേറെ പല ഇന്നോവേഷൻസിലേക്കും സോഷ്യൽ എക്കോസിസ്റ്റംസ് ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ആസ് ഓഫ് ടുഡേ വാട്ട് വി സീ ഇസ് ദാറ്റ് അതൊരു ഏബിൾഡ് ജനതയുടെ മാത്രം കയ്യിലിരിക്കുന്ന ഒരു എക്കോസിസ്റ്റമായി മാറിക്കഴിഞ്ഞു. ആൻഡ് ദാറ്റ് ഹാസ് ടു ചേഞ്ച്. ഓക്കെ, അത് എനിക്കും തോന്നി. അതായത് നമ്മുടെ ഈ MSME സെക്ടറിലൊക്കെ ഉള്ള സ്റ്റാർട്ടപ്സിലൊക്കെ വരുമ്പോഴും MSME സെക്ടറിലൊക്കെ ഉള്ള ഇഷ്ടംപോലെ ട്രഡീഷണൽ ഇൻഡസ്ട്രി ചെയ്യുന്നവരൊക്കെ ഇതിനെക്കുറിച്ച് ഇപ്പോഴും നോളജബിൾ അല്ല. അത് പക്ഷേ സ്റ്റാർട്ടപ്പുകൾക്ക്, പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് അതിന് കുറേ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അവർക്ക് അതിന് വേണ്ടുന്ന ഹെൽപ്പ് ചെയ്യാനും പറ്റുമെന്ന് തോന്നുന്നു. സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു പരിധി വരെ ഇപ്പം കേരള ഗവൺമെൻറ്റിൻ്റെ ആസ്പെക്റ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ AI ഇപ്പം നമ്മൾ നേരത്തെ കേട്ടു അല്ലേ, നമ്മൾ രാവിലത്തെ സജി ഗോപിനാഥ് പറഞ്ഞ പോലെ AI നമ്മുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായി. അതുപോലെ കൈറ്റ് AI എല്ലാ സ്കൂളുകളിലും ടീച്ചർമാരിലേക്കും പഠിപ്പിക്കുന്ന ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായി. അങ്ങനെ നമ്മൾ AI ലാസ്റ്റ് മൈൽ വരെ എത്തിക്കാനായിട്ടുള്ള പല പ്രവർത്തനങ്ങളും ഇന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തിൻ്റെ ഭാഗമായിട്ട് ഐ തിങ്ക് ഈ എഡ്യൂക്കേഷൻ വിൽ ഹാപ്പൻ. പക്ഷേ അഡോപ്ഷൻ എത്ര വരെ വരുമെന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിന് അടുത്ത സ്റ്റെപ്പ്, സ്കെയിലബിലിറ്റി സ്റ്റെപ്സ് ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നോട്ട് ഓൺലി ഫ്രം ദ സ്റ്റാർട്ടപ്പ് പെർസ്പെക്റ്റീവ്, അതൊരു എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവിൽ നിന്നും. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ സെക്ടറിലും കംപ്ലീറ്റ് ആയിട്ടൊരു ചേഞ്ച് വരേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു. നിങ്ങൾ എത്രമാത്രം അത് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ഇനി ആവശ്യമാണെന്ന് അത് കരുതുന്നു? ഐ മീൻ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ബേസിക്കലി മാറേണ്ടതുണ്ടെന്നാണ്
എനിക്ക് ബേസിക്കലി തോന്നുന്നൊരു കാര്യം, ഞാൻ ജസ്റ്റ് ഒരു അനുഭവം പറഞ്ഞിട്ട് നിർത്താം. ഞാൻ ഈ അടുത്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ എന്നെ ഒരു ടോക്കിന് വിളിച്ചു. അപ്പോൾ ഞാൻ പോയ സമയത്ത് ഞാൻ വെറുതെ ചോദിച്ചു, ക്ലൗഡിന് എത്ര ആൾക്കാർ കേട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് ആൾക്കാർ ഗൂഗിൾ ക്ലൗഡ് അല്ലേ എന്ന് ചോദിച്ചു. ഓക്കെ, പിന്നെ കുറച്ച് ആൾക്കാർ ഞാൻ മേലോട്ട് നോക്കി എന്താണ് ക്ലൗഡ്, മേലുള്ള ക്ലൗഡാണോ എന്ന് അവർ വിചാരിച്ചെന്ന് അറിയില്ല. അതായത് അത് ബിടെക് കമ്പ്യൂട്ടർ സയൻസും IT പഠിക്കുന്ന സ്റ്റുഡൻസിൽ ലെസ് ദാൻ 10% ആളുകളാണ് ബേസിക്കലി ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. റൈറ്റ്? സോ ഇവിടെ ഇപ്പം നമ്മൾ കുറേ സിലബസ് മാറണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മാറണം എന്നൊക്കെ നമ്മൾ പറയുന്നതിനപ്പുറം ആളുകളുടെ മൈൻഡ് സെറ്റ് ബേസിക്കലി നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒരു മൈൻഡ് സെറ്റിലോട്ട് ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ഷിഫ്റ്റ് വരേണ്ടതുണ്ട്. ആസ് ഇൻഡിവിജ്വൽസ് നമ്മൾ AI ബീറ്റ് ചെയ്യാനും നമ്മളിതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാനും നിന്നാൽ അറ്റ്ലീസ്റ്റ് ഒരു സ്കില്ലെങ്കിലും ബെറ്റർ ദാൻ AI. ഇപ്പം നിങ്ങൾക്ക് ജെമിനേക്കാൾ നന്നായിട്ടൊരു സംഭവം ഡിസൈൻ ചെയ്യാൻ പറ്റിയാലേ നിങ്ങൾക്ക് ആസ് എ ഡിസൈനർ നിലനിൽപ്പുള്ളൂ. ദാറ്റ്സ് ദ ബേസിക് റിയാലിറ്റി. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനേക്കാളും സ്പീഡിൽ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നന്നായി കോഡ് ചെയ്യാൻ സാധിച്ചാലേ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. ദാറ്റ്സ് എ സിമ്പിൾ റിയാലിറ്റി. Okay, so with this we are concluding because the time is limited. ശരിക്കും AI കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ 1-1.5 മണിക്കൂറോ സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ബട്ട് വി ഹാവ് എ ലിമിറ്റഡ് ടൈം ഓൺലി. സോ താങ്ക് യു മിസ്റ്റർ അനീഷ്, റോബിൻ ആൻഡ് അജ്മൽ for sharing your insights on AI integrations. Thank you all. Thank you. So with that, we are winding this session. And let me welcome Mr. Sharif Kotapuratha, a Managing Director from Mouse Jodi Ventures, to please deliver a small token of love to all the wonderful speakers who are with us right now on stage. നല്ലൊരു കൈയടി കൊടുക്കാം. ഇത്രയും നേരം നമ്മളുടെ കൂടെ സമയം ചെലവഴിച്ച് AI-നെ കുറിച്ച് സംസാരിച്ചു. AI-യുടെ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തലത്തിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. അതിനുവേണ്ടി നല്ലൊരു കൈയടി കൊടുക്കാം 4 പേർക്കും. സ്റ്റാർട്ടിംഗ് ഫ്രം മിസ്റ്റർ അഭയൻ P. നല്ലൊരു കൈയടി കൊടുക്കാട്ടോ. എവരിബഡി ടുഗദർ പ്ലീസ്. എല്ലാവരും ചേർന്ന് ലെറ്റ്സ് ഡു ദാറ്റ് for Mr. Abhayan P. He was moderating the session on AI catalyzing growth of startups. Then we have Mr. Anish Achudan, CEO of Open Financial Technology. And here Mr. Robin Tommy, Executive Director of KDUS, is receiving this token of appreciation from Mr. Sharif. And here, last but not the least, we would love to welcome a very talented speaker who made sure the presentation was engaging for everybody here, Mr. Mohammed Ajmal P, CEO and co-founder of X&Y Learning.